എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതൊരു കുരിശുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളെ എല്ലാ കുരുക്കുകളിൽ നിന്നും മോചിപ്പിക്കുന്ന രക്ഷകനായ ഈശോയുടെ വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഈശോയുടെ വിശുദ്ധ കുരിശിനോളം ഭാഗ്യം ചെയ്ത മറ്റൊരു വസ്തുവും ഈ ഭൂമിയിലില്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല. ആ വിശുദ്ധ കുരിശിനോടാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് പോകുന്നത്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഏതൊരു ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്ന പ്രാർത്ഥന, എത്ര വലിയ കെട്ടുകളും അഴിഞ്ഞു പോകുന്ന പ്രാർത്ഥന, ഒരിക്കലും കൂടിച്ചേരില്ല എന്ന് മനുഷ്യരും ലോകം മുഴുവനും വിധി എഴുതിയതിനെ കൂട്ടിച്ചേർക്കാൻ കെൽപ്പുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇത് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾക്കിത് 9 ദിവസം മുടങ്ങാതെ ചൊല്ലാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്കിത് 9 ദിവസം, അല്ല എന്നുണ്ടെങ്കിൽ 17 ദിവസം ചൊല്ലാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം 3 നേരം വെച്ച് ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം. രാവിലെയും ഉച്ചയ്ക്കും രാത്രി കിടക്കുന്നതിന് മുൻപോ വൈകുന്നേരമോ ഒരു ദിവസം 3 നേരം വെച്ച്. ഈ ഒരു പ്രാർത്ഥന ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ച് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരായിട്ടുള്ള, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഇത് എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി കൂടിയാണ്. നിങ്ങൾക്ക് കഴിയുന്ന അത്ര ആളുകളിലേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ എത്തിക്കുന്നത് വഴി ഈശോയുടെ വിശുദ്ധ കുരിശിനോടുള്ള നമ്മുടെ സ്നേഹം, ബഹുമാനം, ആദരവ് എന്നിവ നമ്മൾ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എഴുതിയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറെ ഭക്തിയോടെ വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കാം. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരണം വരിച്ചുവല്ലോ. ഈശോയുടെ വിശുദ്ധ കുരിശേ, നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ ആത്മാവിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ. അങ്ങേ നസ്രത്തിലെ ഈശോയെ, ക്രൂശിച്ച കുരിശിനെ ഞാൻ ആശ്രയിക്കട്ടെ, ഞാൻ ആരാധിക്കട്ടെ. എൻ്റെ മേൽ ദയയായിരിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, എൻ്റെ ആശ്രയമായിരിക്കണമേ. വിശുദ്ധ കുരിശേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ വിലതീരാത്ത തിരുരക്തത്തെക്കുറിച്ച്, അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെയും മഹിമയെയും കുറിച്ച് എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ക്രിസ്തുമസ് ദിനത്തിൽ ഈശോ ജനിച്ചതുപോലെ, ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതുപോലെ, ജോസഫും നിക്കദേമോസും കുരിശിൽ നിന്ന് ഇറക്കിയതുപോലെ, അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ, അവയെല്ലാം സത്യമായിരിക്കുന്നത് പോലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് എന്നെ സംരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു. നീ കുരിശ് വഹിച്ചതുപോലെ എൻ്റെ കുരിശും വഹിക്കുന്നതിനുള്ള ശക്തി എൻ്റെ കർത്താവായ ഈശോയെ എനിക്ക് തരണമേ. എല്ലാ പരീക്ഷണങ്ങളും എളിമയോട് സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും നിത്യജീവിതത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോയുടെ വിശുദ്ധ കുരിശേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ഒരു പ്രാർത്ഥന എല്ലാവരും മുടങ്ങാതെ ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് പേര് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി അത്ഭുതങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ചാനലിലൂടെ ദിവസവും ഒരുപാട് പ്രാർത്ഥനകളും അഭിഷേകങ്ങളും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോകൾ ഉടൻ തന്നെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപക്കറകളും മാഞ്ഞു പോകുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.